ഈ വാക്സിനെതിരെ പ്രചരണം നടത്തുക, അതല്ലെങ്കിൽ തന്നെ വാക്സിൻ എടുത്താൽ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ. അതുപോലെ തന്നെ ഈ പേഷ്യൻ്റായി ഒരു ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് ഡോക്ടറെക്കാൾ പല കാര്യങ്ങളിലും നമ്മൾ ആ കാര്യത്തെ ഗൂഗിൾ ചെയ്തുകൊണ്ട് ഡോക്ടറോട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും കൂടുതൽ പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കും. എങ്കിലും അങ്ങനെയുള്ള ചില പ്രവണതകൾ ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡോക്ടറുടെ സർവീസ് ജീവിതത്തിലൊക്കെ ഇങ്ങനെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ചിലത് പങ്കുവെക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായും വാക്സിൻ്റെ കാര്യമാണ് അടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികളുടെ വാക്സിനേഷൻസ് നമ്മൾ ഗവൺമെൻറ് പറയുന്ന നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറേ വാക്സിനേഷൻസ് ഉണ്ട്. അതല്ലാത്ത എക്സ്ട്രാ വാക്സിനുകളും ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റും കൊടുക്കുന്ന വാക്സിനുകളെല്ലാം ഉണ്ട്. പൊതുവേ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധനമാണ് ഈ വാക്സിനുകൾക്കെതിരെ ആളുകൾ സംസാരിക്കുന്നുള്ളത്. അതിലേറ്റവും കൂടുതൽ മണ്ടത്തരമായിട്ടുള്ളൊരു സംഭവമാണ് വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറയുന്ന ഒരു സംഭവം. എത്രത്തോളം അൺഎഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇൻഫോംഡ് അല്ല എന്നുള്ളതാണ് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോപ്പുലേഷൻ്റെ മേലേക്കുള്ളൊരു പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ അവരൊക്കെ വാക്സിൻ എടുത്ത ആളുകളാണ്. അവർക്ക് എത്രയോ മക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ നമുക്ക് കുറേ വാർത്തകൾ നോക്കിയൊന്നും വേണ്ട. നമ്മളുടെ ചുറ്റും ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ ഈ പറയുന്ന വാദങ്ങളെല്ലാം വെറുതെ പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാൽ പോലും വെറുതെ അതിനെ വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. വളരെയധികം വിഷമം അനുഭവപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ചെറിയ കുട്ടി വന്നിരുന്നു. അപ്പം ആ കുട്ടിക്ക് ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം അത് ഭയങ്കരമായിട്ട് ബാധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. വേറൊരു കുട്ടിക്ക് ടെറ്റനസ് ബാധിച്ചു. ചെറിയൊരു മുറിവായ സമയത്ത് TT ഇഞ്ചക്ഷൻ വെക്കാനും ബാക്കിയുള്ളതിനൊക്കെ വളരെയധികം മടി കാണിച്ചത് കാരണമാണ് ആ ഒരു അസുഖം ഉണ്ടായത്. പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ആ കുട്ടി വെൻറ്റിലേറ്ററിൽ കിടക്കുകയും ബാക്കിയുള്ള കുറേ ഇഷ്യൂസും പ്രോബ്ലംസും ഏകദേശം ഒരു 65 ദിവസങ്ങളോളം അവർ മെഡിക്കൽ കോളേജിൽ ചിലവഴിക്കേണ്ട ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ചെറിയൊരു വാക്സിൻ, അതും ആ വാക്സിനുമായി ബന്ധപ്പെട്ട് 1-2 ദിവസത്തെ ചെറിയൊരു പനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ആ ഒരു സാധനത്തെ മാത്രം നമ്മൾ പേടിച്ചുകൊണ്ട് എത്രയോ കാലങ്ങളോളം അല്ലെങ്കിൽ എത്രയും കാലങ്ങൾ വിഷമം അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ തന്നെ അത് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ വിഷയമാണ്, അതിപ്പോൾ വളരെയധികം കൂടി വരുന്നൊരു വിഷയമാണ്. കാരണം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ് മെയിൻലി നമ്മളുടെ ഒരു ഹെൽത്ത് സെക്ടറിൽ വന്നിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന് ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അസുഖത്തിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് വേണ്ട ഒരു ഉത്തരം ആ ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല എങ്കിൽ അടുത്ത ഡോക്ടറെ കാണിക്കുക എന്നുള്ളൊരു സാധനം. ഇപ്പോൾ കാരണം ചിലപ്പോൾ നിങ്ങളൊരു തലവേദനയായിട്ട് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ എൻ്റെ മൈൻഡിൽ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും. ഇയാൾക്ക് തലവേദന വരാൻ എന്തായിരിക്കും കാരണം? ചെറിയൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ തലവേദന വരാം, കണ്ണിൻ്റെ കാഴ്ചൻ്റെ ബുദ്ധിമുട്ട് കാരണം തലവേദന വരാം, ചെവിയിലെ ഇൻഫെക്ഷൻ കാരണം, മൂക്കിലെ ഇൻഫെക്ഷൻ കാരണം, പല്ല് വേദന കാരണം എല്ലാം തലവേദന വരാം. ഈ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്തൊരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവുക. ബ്ലഡ് ടെസ്റ്റ് എപ്പോൾ ചെയ്യണം, അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു CT സ്കാനിലേക്ക് എപ്പോൾ പോകണം എന്നുള്ള നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ടാകും, ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ആ ഒരു പ്രോട്ടോക്കോളിലേക്ക് പോകുമ്പോഴേക്കും ഇയാൾ എന്താണ് CT എടുക്കാതെന്ന് വിചാരിച്ചിട്ട് അടുത്തൊരാളിലേക്ക് പോവുക. എന്നാൽ അടുത്ത ആളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആദ്യം കാണിച്ച ഡോക്ടറെ കുറിച്ചുള്ളൊരു വിവരങ്ങളും പറയാതിരിക്കുകയും മുമ്പൊരു ഡോക്ടറെ അടുത്ത് പോയിരുന്നു, ഇത്രയെല്ലാം ടെസ്റ്റുകൾ ചെയ്തിരുന്നു എന്നൊന്നും പറയാതെ വീണ്ടും ആ ഡോക്ടർ എന്ത് പറയുന്നു, അയാളുടെ അഭിപ്രായം അറിയാമെന്ന് പറയുന്ന ആ ഒരു സ്വഭാവം, അതിനെയാണ് നമ്മൾ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി നഷ്ടം ഉണ്ടാക്കുന്നത് ഈ പേഷ്യൻറ്റിന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആദ്യം ചെയ്ത ഒരേ ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് അടുത്ത ഡോക്ടറും വീണ്ടും ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സാധനമാണ് ഈ പറഞ്ഞ ഒരു ഇഡിയറ്റ് സിൻഡ്രോം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്യുകയും അത് കാരണം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഒബ്സ്ട്രക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴേക്കും അവരതുമായി ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം ഗൂഗിൾ ചെയ്യുകയും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ബൊമ്പാർഡ് ചെയ്യുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്. കാരണം വെച്ചാൽ നമുക്കൊരു ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരാത്തൊരവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യമായിട്ടൊരു തലവേദനയായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു CT സ്കാൻ തലയിൽ എടുക്കേണ്ട എനിക്കൊരു ആവശ്യമില്ല. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം തലവേദനയുടെ 10 കാരണങ്ങൾ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് അതിലൊരു കാരണമായിട്ട് വരാം. അപ്പോൾ സാറേ എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നിലേക്ക് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഡിഫൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു സമയത്ത് ഇനി 1000 ഒരാൾക്ക് വരാവുന്ന ഒരു ബ്രെയിൻ ട്യൂമറായിട്ട് ഇത് മാറുമോ എന്നുള്ള പേടി കാരണം ഞാൻ ആദ്യമേ തന്നെ ഒരു CT സ്കാൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നുണ്ട്. ആ നിർബന്ധിതനാക്കുന്നതും പേഷ്യൻ്റാണ്. അത് കാരണം നഷ്ടം വരുന്നതും
പേഷ്യൻ്റാണ്. കാരണം ഒരു 1000 പേർക്ക് എടുത്ത് CT എടുത്ത് നോക്കിയാലും അതിലാകെ ഒരാൾക്ക് മാത്രമാണ് അവിടെ ഒരു ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാൻ പോകുന്നത്. ബാക്കി 999 CTകളും വെറുതെയായിരുന്നു. അപ്പം അത് അനാവശ്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ അനാവശ്യ സമയത്ത് ഡോക്ടറെ കൊണ്ട് നിർബന്ധിപ്പിക്കുന്ന ഒരവസ്ഥയും, അതുപോലെ തന്നെ വേണ്ട ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ വേണോ എന്ന് ചോദിച്ച് ഡോക്ടറെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയും നമ്മളിന്ന് കണ്ടു കാണുന്നുണ്ട്.